ഹേ ഗൈസ്, ഞാൻ എന്താ ഒരു പേപ്പറും പേനയും ബുക്കൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതെന്താ പരിപാടിയെന്ന്. അപ്പോൾ സംഭവം വേറെ ഒന്നുമല്ല, ഇതൊരു ഗെയിമാണ്. അതായത് ഇങ്ങനെ ഒരു ചെറിയൊരു പേപ്പർ എടുത്തിട്ട് നമ്മളതിൽ 1 തൊട്ടിട്ട് 100 വരെ എഴുതണം. അതായത് 1 തൊട്ട് 100 വരെ എന്ന് തന്നെയല്ല, നമ്മൾ എടുക്കുന്ന പേപ്പർ അനുസരിച്ചിരിക്കും. അതായത് ഇപ്പം ഞാൻ ഇത്ര ഒരു പോകുന്ന ഈ ഒരു സൈസിലെ പേപ്പർ എടുത്തേക്കണം. അപ്പോൾ അതിൽ ഞാൻ 1 തൊട്ടിട്ട് 100 വരെയാണ് എഴുതിയേക്കണം. ഇനി ഇതിലും ചെറിയ പേപ്പറാണെങ്കിൽ 1 തൊട്ട് 50 വരെ എഴുതാം, വലിയ പേപ്പറാണെങ്കിൽ 1 തൊട്ട് 1000 വരെ എത്ര വേണമെങ്കിലും എഴുതാം. ഇനി ലെറ്റേഴ്സ് എഴുതാം, അതുപോലെ തന്നെ നമുക്ക് നമ്പേഴ്സും എഴുതാം, ലെറ്റേഴ്സും എഴുതാം, എന്ത് വേണമെങ്കിലും എഴുതാം. അപ്പോൾ ഗെയിം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇതിലിപ്പോൾ ഓരോ വട്ടം വരച്ചേക്കില്ലേ. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനും നമ്മുടെ പൊന്നും കൂടിയിട്ടാണ് ഇരുന്ന് കളിക്കുന്നത് കേട്ടോ. ഈ ഗെയിം നമ്മുടെ പൊന്നോട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇതിൽ നമ്പറൊക്കെ നമ്മൾ ചെറുതാക്കി എഴുതണം. ഞാൻ അതിലൊരു നമ്പർ പറയും. അതായത് ഇപ്പോൾ മുകളിൽ കിടക്കുന്ന 29 ഞാൻ വട്ടം വരച്ചേക്കുന്നില്ലേ. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാനാണെന്ന് വെച്ചെങ്കിൽ, ഞാൻ ഈ പേപ്പറിൽ 29 എന്ന നമ്പർ പറഞ്ഞിട്ട് പൊന്നുവിൻ്റെ കയ്യിലേക്ക് ഈ പേപ്പർ കൊടുക്കും. കൊടുക്കുമ്പോൾ പൊന്നു ഈ ഞാൻ പറഞ്ഞ 29 എന്നുള്ള പേപ്പർ കണ്ടുപിടിക്കുന്നത് വരെ ഞാൻ എൻ്റെ ബുക്കിൽ അതായത് ഞാനാണല്ലോ നമ്പർ പറഞ്ഞത്. അപ്പോൾ ഞാൻ ഈ പൊന്നു ഈ 29 ഈ പേപ്പറിൽ കണ്ടുപിടിക്കുന്നത് വരെ ഞാൻ എൻ്റെ ബുക്കിൽ ഇങ്ങനെ വട്ടം വരയ്ക്കണം, വട്ടം വരച്ചുകൊണ്ടിരിക്കണം. അതായത് പൊന്നു 29 കണ്ടുപിടിച്ചു എന്ന് പറയുന്നത് വരെ ഇങ്ങനെ സർക്കിൾ ഇട്ടുകൊണ്ടിരിക്കണം. അതായത് ഇപ്പോൾ സർക്കിൾ തന്നെ വേണമെന്നില്ല കേട്ടോ, വേറെ സ്റ്റാറോ എന്ത് തന്നെ വേണമെങ്കിലും നമുക്ക് വരയ്ക്കാം. ഞാനപ്പോൾ സർക്കിളാണ് എനിക്ക് കുറച്ചുകൂടി ഈസി ആയതാണ്. അപ്പോൾ ഞാൻ അതിങ്ങനെ വരച്ചു. അപ്പോൾ നമ്മുടെ പൊന്നു 29 കണ്ടുപിടിക്കുന്ന വരെ നമ്മളിതിങ്ങനെ വരച്ച് പോകണം. എന്നിട്ട് ലാസ്റ്റ് പൊന്നു കണ്ടുപിടിച്ചു എന്ന് പറയുമ്പോൾ നമ്മൾ സ്റ്റോപ്പ് ചെയ്തിട്ട് നമ്മൾ ടോട്ടൽ എത്ര വട്ടം വരച്ചിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ കണക്ക് കൂട്ടിയിട്ട് നമ്മൾ അത് മാർക്ക് ചെയ്യണം എത്രയാണെന്നുള്ളത്. ഇപ്പോൾ 29 വട്ടമാണോ ഞാൻ വരച്ചെങ്കിൽ 29 വട്ടം എന്ന് എഴുതുക സൈഡിൽ, അങ്ങനെ. എന്നിട്ട് പിന്നെ പൊന്നുവിൻ്റെ കളി കഴിയുമ്പോൾ അടുത്തത് പൊന്നു ഒരു നമ്പർ പറഞ്ഞിട്ട് പൊന്നു ആ പേപ്പർ എനിക്ക് തരുമ്പോൾ പൊന്നു പറഞ്ഞ നമ്പർ ഞാൻ കണ്ടുപിടിക്കണം. ഒരു എക്സാമ്പിൾ പറയാനാണെന്ന് വെച്ചെങ്കിൽ, പൊന്നു 33 പറഞ്ഞതെന്ന് വിചാരിക്കുക. അത് താഴെ കാണുന്ന ഞാൻ സർക്കിൾ ചെയ്തേക്കണം 33. അപ്പോൾ പൊന്നുവിന് ഞാൻ പറഞ്ഞ നമ്പർ കണ്ടുപിടിച്ച് കഴിയുമ്പോൾ അടുത്ത് പൊന്നുവിൻ്റെ കളിയാണ്. അപ്പോൾ പൊന്നു 33 എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഈ പേപ്പർ തരുമ്പോൾ ഞാനത് കണ്ടുപിടിക്കുന്നത് വരെ പൊന്നുവാണ് പൊന്നുവിൻ്റെ ബുക്കിൽ ആ സർക്കിൾ വരയ്ക്കേണ്ടത്. അപ്പോൾ അങ്ങനെയാണ് ഈ ഗെയിം വരുന്നത്. അപ്പോൾ എന്നിട്ട് ഞാൻ കണ്ടുപിടിച്ചു എന്ന് പറയുമ്പോൾ അത് സ്റ്റോപ്പ് ചെയ്തിട്ട് മൊത്തം എത്ര സർക്കിൾ വരച്ചു എന്ന് നോക്കുക. അപ്പോൾ അങ്ങനെയാണ് ഈ ഗെയിം വരുന്നത്. അപ്പോൾ നമ്മൾ ഈ പേപ്പറിൽ പറഞ്ഞ നമ്പർ കണ്ടുപിടിക്കുമ്പോൾ അതൊന്ന് മാർക്ക് ചെയ്തിടണം, കാരണം പിന്നെ ബാക്കിയുള്ള നമ്പേഴ്സാണ് പറയേണ്ടത്. അപ്പോൾ ഇതൊരു സിമ്പിൾ ഗെയിമാണ്. അങ്ങനെ നമ്മൾ മൊത്തം എത്ര ആർക്കാണ് ടോട്ടൽ എന്ന് നോക്കുക. സത്യം പറഞ്ഞാൽ അതൊരു തട്ടാമുട്ടി ഗെയിമാണ്, കാരണം കുഞ്ഞു പിള്ളേരൊക്കെ ആയിട്ട് കളിക്കാൻ പറ്റിയ ഗെയിമാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇതാരെങ്കിലും ആയിട്ട് കളിച്ച് നോക്കൂ. ഈ ഗെയിമിൻ്റെ പേര് ഫൈൻഡ് നമ്പർ എന്നാണ്. അപ്പോൾ ഗെയിം ഇഷ്ടമായ ലൈക്ക്